100 ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. പാർലമെന്റിൽ അതിക്രമിച്ചു കയറി സ്മോക്ക് പ്രയോഗം നടത്തിയവർക്കെതിരെ UAPA ചുമത്തി. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസും വിവിധ അന്വേഷണ ഏജൻസികളും. ആക്രമണം ആസൂത്രണം ചെയ്തത് വിക്കി ശർമ്മയുടെ ഗുരുഗ്രാമിലെ വീട്ടിൽ വെച്ച്. പ്രതികളുടെ ലക്ഷ്യം എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം. പാർലമെന്റിലെ അതിക്രമത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന ആരോപണം കടുപ്പിച്ചു പ്രതിപക്ഷം. വിഷയം ഇന്നും പാർലമെന്റിൽ ഉന്നയിക്കും. ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ നീക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ വിശദീകരിക്കണമെന്ന ആവശ്യം. ഇന്ത്യാ സഖ്യം ഇന്ന് രാഷ്ട്രപതിയെ കാണും. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയം. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ ഇടപെട്ട് സർക്കാർ. ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ സന്നിധാനത്ത് തുടരുന്നു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ സന്നിധാനത്ത് അവലോകന യോഗവും ചേരും. ശബരിമലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ BJP പ്രതിനിധി സംഘം ഇന്ന് ശബരിമല സന്ദർശിക്കും. ശബരിമലയിൽ എത്തുന്നത് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഇലവുങ്കൽ, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി MB രാജേഷ്. ഗവർണർ പദവിയിലിരിക്കുന്ന ആൾ ബോധപൂർവം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഗവർണർ ഇരിക്കുന്ന പദവിയെ മാനിക്കാൻ സാധിക്കില്ലെങ്കിൽ പ്രായത്തിന്റെ പക്വതയെങ്കിലും കാണിക്കണമെന്ന് MB രാജേഷ് 24നോട്. ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും. ഗവർണറുടെ വാഹനം തടഞ്ഞതിൽ DGP രാജ്ഭവന് ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. കരിങ്കൊടി പ്രതിഷേധം തുടരുമെന്ന് SFIയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഗവർണർ. നവകേരള സദസ്സ് കോട്ടയം ജില്ലയിൽ. ഇന്നത്തെ സദസ്സ് കടുത്തുരുത്തി, വൈക്കം മണ്ഡലങ്ങളിൽ. പ്രഭാത യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇന്നും യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധത്തിന് സാധ്യത. കനത്ത സുരക്ഷയുമായി പോലീസ്. നവകേരള സദസ്സിനായി ക്ഷേത്ര മൈതാനങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരായ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വയനാട് വാഗേരിയിലെ നരഭോജിക്കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു. ദൗത്യസംഘത്തിൽ 80ഓളം ഉദ്യോഗസ്ഥർ. 2 കൂടുകളും 30ഓളം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ച് തെരച്ചിൽ. ഡോക്ടർ അരുൺ സക്കറി അടുത്ത ദിവസം തന്നെ സ്ഥലത്തെത്തുമെന്ന് സൂചന. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി. വിധി പറയുന്നത് കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷത്തിനു ശേഷം 2021 ജൂൺ 30-നാണ് കേസിനാസ്പദമായ സംഭവം. കോഴിക്കോട് ഓർക്കാട്ടേരിയിലെ ശബരിയുടെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതം. കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ ഭർത്തൃമാതാവും സഹോദരിയും ഒളിവിൽ. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം. ലോകരാജ്യങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും ഗസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിലപാട് വ്യക്തമാക്കിയത് പിന്തുണ നഷ്ടമാകുന്നുവെന്ന ജോ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ. ഗസയിലും ജനിൻ അഭയാർത്ഥി ക്യാമ്പിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. തൃക്കരിപ്പൂർ മുൻ MLA K. കുഞ്ഞിരാമൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. 2006 മുതൽ 2016 വരെ തൃക്കരിപ്പൂർ MLA ആയിരുന്നു. വത്തിക്കാൻ പ്രതിനിധി മാർ സിറിൽ വാസിൽ കൊച്ചിയിൽ തുടരുന്നു. അൽമായ മുന്നേറ്റം വൈദികരും കമ്മിറ്റി അംഗങ്ങളുമായും സിറിൽ വാസിൽ ചർച്ച നടത്തിയേക്കും. ജനാഭിമുഖ കുർബാന എന്ന നിലപാട് സിറിൽ വാസിലിനെ അറിയിക്കാനാണ് അൽമായ മുന്നേറ്റത്തിന്റെ നീക്കം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പരമ്പര നഷ്ടമാകാതിരിക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. മത്സരം രാത്രി 8:30 ജോഹന്നാസ്ബർഗിൽ. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഗവർണർക്ക് 7 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. ക്രിസ്മസ് വിരുന്നിന്റെ ചെലവായാണ് തുക അനുവദിച്ചത്. ഇതിനായി ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശീല വീഴാൻ ഇനി ഒരു നാൾ കൂടി. ജനപങ്കാളിത്തം കൊണ്ടും സിനിമകളുടെ തെരഞ്ഞെടുപ്പ് കൊണ്ടും മേള ശ്രദ്ധേയം. കാതൽ, ആട്ടം എന്നീ ചിത്രങ്ങളുടെ അവസാന പ്രദർശനം ഇന്ന്. കൊച്ചിയിൽ സംഗീത വിരുന്നൊരുക്കാൻ DB നൈറ്റ് ചാപ്റ്റർ 3. ഫ്ലവേഴ്സും 24ഉം ചേർന്ന് സംഘടിപ്പിക്കുന്ന സംഗീത നിശ ഈ മാസം 16-ന് തൃക്കാക്കര ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. കേരളത്തിലെ ഏറ്റവും വലിയ സംഗീത നിശയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം അടുത്ത മാർച്ചിൽ ആരംഭിക്കും. ആദ്യഘട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഭൂമി നഷ്ടമാകുന്നവർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകുമെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്. മറൈൻ ഡ്രൈവിൽ ഇലക്ട്രിക് ഹോവർ പെട്രോളിംഗുമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അക്ബർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതുവർഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്.
മലപ്പുറത്ത് 5 ലക്ഷം വീടുകളിലേക്ക് ട്രാഫിക് ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ്. മലപ്പുറം മഗ്ദിൻ അക്കാദമിയുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ. റോഡ് ലൈഫ് എന്നാണ് പദ്ധതിയുടെ പേര്. ശബരിമല തീർത്ഥാടകർക്ക് ആശ്വാസമായി കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം. ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചു. ചെന്നൈ കോട്ടയം റൂട്ടിൽ നാളെ മുതൽ സർവീസ്. തിരുവനന്തപുരത്തെ മീൻമുട്ടി ഹൈഡൽ ടൂറിസം കാട് മൂടിയ അവസ്ഥയിൽ. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ബോട്ട്, കുട്ടികളുടെ പാർക്ക്, മറ്റ് നിർമ്മാണങ്ങൾ എന്നിവയെല്ലാം നശിച്ചു. നടപടിയെടുക്കാതെ അധികൃതർ. പുനലൂർ താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കണമെന്ന ആവശ്യം ശക്തം. മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ അത്യാഹിത കേസുകളും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യേണ്ട അവസ്ഥയാണെന്ന് ആക്ഷേപം. കോഴിക്കോട് കല്ലാച്ചിയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ കവർച്ച. 20,000 രൂപ മോഷണം പോയി. അന്വേഷണം തുടങ്ങി. കടയ്ക്കൽ ചിതറ ശ്രീകൃഷ്ണൻ റോഡ് കാട് മൂടിയ അവസ്ഥയിൽ. റോഡിലൂടെയുള്ള നാട്ടുകാരുടെ യാത്ര ഭയത്തോടെ. അടിയന്തര നടപടി വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. കൊല്ലം കളക്ടറേറ്റ് കെട്ടിടത്തിലും പരിസരത്തും മാലിന്യം കുന്നുകൂടുന്നു. ഓഫീസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ നിലയിൽ. തിരുവല്ല KSRTC ടെർമിനലിലേക്ക് കയറുന്ന കവാടത്തിന് മുമ്പിലെ റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടു. യാത്രക്കാർ ദുരിതത്തിൽ. നടപടി സ്വീകരിക്കാതെ KSRTCയും PWDയും. തൃശൂർ കുറാഞ്ചേരി നായരങ്ങാടി കല്ലമ്പാറ റോഡിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. ടാറിംഗ് നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കരുനാഗപ്പള്ളി കാരൂർ കടവ് റോഡിൽ ഇടക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള വളവ് അപകടക്കെണിയാകുന്നു. മുന്നറിയിപ്പ് ബോർഡ് ഇല്ലാത്തതിനാൽ അടുത്തുള്ള ക്ഷേത്ര മൈതാനത്തേക്ക് വാഹനങ്ങൾ ഇടിച്ചിറങ്ങുന്നത് പതിവെന്ന് നാട്ടുകാർ. ആലപ്പുഴ ജില്ലയിൽ 3 എക്സൈസ് റേഞ്ച് ഓഫീസ് തുടങ്ങാൻ ശുപാർശ. എടത്വ, മാന്നാർ, കലവൂർ കേന്ദ്രീകരിച്ച് പുതിയ എക്സൈസ് റേഞ്ച് ഓഫീസുകൾ തുടങ്ങും. പാലക്കാട് വെള്ളിനേഴി പഞ്ചായത്തിൽ ഈ മാസം 17 വരെ ജലവിതരണം മുടങ്ങും. ചെർപ്പുളശ്ശേരി KSTP റോഡ് പണിയുടെ ഭാഗമായി വിതരണ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിയന്ത്രണം. കെട്ടിട നികുതി കുത്തനെ കൂട്ടി ആലപ്പുഴ നഗരസഭ. 1 ചതുരശ്ര മീറ്ററിന് 8 രൂപയിൽ നിന്നും 15 രൂപയായി. പ്രതിഷേധവുമായി ജനങ്ങൾ. കോട്ടയം നഗരസഭാ പരിധിയിലെ 43 ഹോട്ടലുകളിൽ പരിശോധന നടത്തി നഗരസഭ ആരോഗ്യ വിഭാഗം. പഴകിയ ഭക്ഷണ സാധനങ്ങളും ഉപയോഗയോഗ്യമല്ലാത്ത എണ്ണയും പിടികൂടി. 20 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ചേപ്പറമ്പിൽ ആരംഭിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു. ഇന്റർവ്യൂ ഈ മാസം 18-ന് നഗരസഭാ ഓഫീസിൽ. റാന്നി താലൂക്ക് ആശുപത്രിയിൽ റേഡിയോഗ്രാഫറുടെ താൽക്കാലിക ഒഴിവ്. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷ നൽകാം. അവസാന തീയതി ഈ മാസം 19. വഴിത്തലയിലെ കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്കുള്ള താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 21. പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തപാൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, പോസ്റ്റ്മാൻ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഖേലോ ഇന്ത്യയുടെ ഭാഗമായി ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ കരാർ അടിസ്ഥാനത്തിൽ അത്ലറ്റിക്സ് പരിശീലകന്റെ ഒഴിവ്. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഈ മാസം 27 മുമ്പ് കോളേജുമായി ബന്ധപ്പെടണം. ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടി. 2024 മാർച്ച് 14 വരെ അപേക്ഷ നൽകാം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്ന് സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർക്ക് സമർപ്പിക്കണം. 6 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്ത് ശ്രീലങ്കൻ നാവികസേന. 6 മത്സ്യത്തൊഴിലാളികളും തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ ജില്ലയിൽ നിന്നുള്ളവർ. മത്സ്യത്തൊഴിലാളികളെ മൈലാടി ഫിഷറീസ് ഇൻസ്പെക്ടർക്ക് കൈമാറും. ചെന്നൈയിൽ എണ്ണച്ചോർച്ച തടയാനുള്ള ശ്രമം ഊർജിതം. 20 ചതുരശ്ര കിലോമീറ്റർ കടലിലേക്ക് എണ്ണ പടർന്നു. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷനിൽ ചോർച്ചയുണ്ടായത് മിഗ്ജൌം ചുഴലിക്കാറ്റിനിടെ. മുംബൈയിൽ ലോകമാന്യത്തിലേക്ക് ടെർമിനസ് പ്ലാറ്റ്ഫോമിൽ തീപിടുത്തം. ആളപായമില്ല. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. JDU ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഈ മാസം 29-ന് ഡൽഹിയിൽ, 21-ന് ജാർഖണ്ഡിലും 24-ന് വാരാണസിയിലും പൊതുയോഗങ്ങളിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പങ്കെടുക്കും. മുംബൈ താനെയിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ 6 പേർ കൂടി പിടിയിൽ. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 8 പേർ.
അജ്മീറിൽ ആസിഡ് ആക്രമണം. വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പെൺകുട്ടിക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായി. പ്രതി അറസ്റ്റിൽ. ബംഗ്ലാദേശ് പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ച്. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് അനധികൃതമായി പണം കൈമാറിയതിനെ തുടർന്നാണ് അറസ്റ്റ്. ഇവരുടെ പക്കൽ നിന്ന് വ്യാജ ആധാർ കാർഡും കണ്ടെത്തി. ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക മോശം വിഭാഗത്തിൽ തുടരുന്നു. കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് നിർത്തലാക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരുകൾക്ക് നിർദ്ദേശം. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ പകർച്ചവ്യാധി രൂക്ഷമെന്ന് റിപ്പോർട്ട്. റഫേലെ സ്ഥിതി അതിദയനീയമെന്ന് ഡോക്ടേഴ്സ്. ചർമ്മരോഗവും ബാക്ടീരിയൽ അണുബാധയും പടരുന്നതിൽ ആശങ്ക. US പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ഔപചാരികമായ ഇംപീച്ച്മെന്റ് അന്വേഷണം ആരംഭിക്കാൻ നീക്കം. വോട്ട് ചെയ്ത US ജനപ്രതിനിധി സഭ. മകൻ ഹണ്ടർ ബൈഡന്റെ വിവാദമായ അന്താരാഷ്ട്ര ഇടപാടുകളെ തുടർന്നാണ് നടപടി. കീവിൽ ശക്തമായ ആക്രമണം തുടർന്ന് റഷ്യ. മിസൈൽ ആക്രമണത്തിൽ 6 കുട്ടികൾ ഉൾപ്പെടെ 53 പേർക്ക് പരിക്കേറ്റു. റഷ്യൻ സൈന്യം കീവിനെ ലക്ഷ്യമിടുന്നത് ഒരാഴ്ചക്കിടെ 3ാം തവണ. ജപ്പാനിൽ ആദ്യ മങ്കിപോക്സ് മരണം സ്ഥിരീകരിച്ചു. രോഗിക്ക് HIV അണുബാധ ഉണ്ടായിരുന്നതായും സ്ഥിരീകരണം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജപ്പാൻ ആരോഗ്യ മന്ത്രാലയം. ജാസ്പർ ചുഴലിക്കാറ്റിൽ വലഞ്ഞ് ഓസ്ട്രേലിയ. 15,000 കുടുംബങ്ങൾ വൈദ്യുതിയില്ലാതെ ഒറ്റപ്പെട്ടു. പ്രദേശത്ത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ്. ദുബായിൽ നടന്ന UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പുതിയ കരാറിന് ധാരണ. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുന്ന കരാറിന് ധാരണയായി. സുപ്രധാന ചുവടുവെപ്പെന്ന് പൊതു അഭിപ്രായം. പലസ്തീൻ അനുകൂല മുദ്രാവാക്യം എഴുതിയ ഷൂ വിലക്കിയ ICC നടപടിയിൽ പ്രതികരണവുമായി ഓസ്ട്രേലിയൻ ബാറ്റർ ഉസ്മാൻ ഖ്വാജ. താൻ പക്ഷം പിടിക്കുകയല്ലെന്നും തന്റേത് രാഷ്ട്രീയ പ്രസ്താവനയല്ല എന്നും പ്രതികരണം. ജൂതനോ ഇസ്ലാം മതസ്ഥനോ ഹിന്ദുവോ ആകട്ടെ, എല്ലാ ജീവനും തനിക്ക് തുല്യമാണെന്ന് പറയുക മാത്രമാണ് ചെയ്തതെന്നും പ്രതികരണം. അനുച്ഛേദം 370 റദ്ദാക്കിയ സുപ്രീം കോടതി വിധി കശ്മീർ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്ന് മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. വിധി UN രക്ഷാസമിതി പ്രമേയങ്ങളുടെ ലംഘനമെന്ന് എക്സിൽ ഇമ്രാൻഖാൻ. ഇൻഷുറൻസ് പോളിസി വിൽപ്പന ജോലികൾ സമ്പൂർണ്ണമായി സ്വദേശിവൽക്കരിക്കാനൊരുങ്ങി സൗദി അറേബ്യ. തീരുമാനം ഏപ്രിൽ 15 മുതൽ പ്രാബല്യത്തിൽ. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികളെ പ്രതികൂലമായി ബാധിക്കും. സൗദിയിൽ വാണിജ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളെ തുടർന്ന് കേസിലകപ്പെട്ടവർക്ക് പരാതി സമർപ്പിക്കാൻ പുതിയ സംവിധാനം നിലവിൽ വന്നു. വാണിജ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി പരാതികൾ നൽകാം. കുവൈത്തിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും പണാപഹരണ പരാതികളും വർദ്ധിച്ച സാഹചര്യത്തിൽ ശക്തമായ നടപടികളുമായി സർക്കാർ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്താൻ ജനറൽ പ്രോസിക്യൂഷൻ, ആഭ്യന്തര മന്ത്രാലയം, ബാങ്ക് എന്നിവരുടെ പ്രതിനിധികൾ നിരീക്ഷകരായി ആന്റി ഫ്രോഡ് ചേംബർ രൂപീകരിക്കും. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. AI പവർ സ്നാപ്പുകൾ ഉപയോക്താക്കൾക്ക് വേണ്ടി അവതരിപ്പിച്ച് സ്നാപ്ചാറ്റ്. ഉപയോക്താക്കൾ ആപ്പിനുള്ളിൽ തന്നെ AI ജനറേറ്റഡ് ഇമേജുകൾ സൃഷ്ടിക്കാനും പങ്കുവയ്ക്കാനും സാധിക്കും. പുതിയ ഫീച്ചർ അവതരിപ്പിച്ച് വാട്സാപ്പ്. ഇനി ഉപയോക്താക്കൾക്ക് വ്യക്തിഗത ചാറ്റുകളിലെ മെസ്സേജും ഗ്രൂപ്പുകളിലെ പ്രധാന സന്ദേശങ്ങളും ഉൾപ്പെടെ പിൻ ചെയ്ത് വയ്ക്കാൻ കഴിയും. ചരക്ക് വാഹന നിര വിപുലപ്പെടുത്തി ടാറ്റ മോട്ടോഴ്സ്. ഇൻട്രീബി 70 V20 ഗോൾഡ് പിക്കപ്പുകൾ വിപണിയിൽ അവതരിപ്പിച്ചു. രാജ്യത്ത് ആദ്യ ബൈഫ്യൂൽ പിക്കപ്പ് ആണ് ഇൻട്രാ V20. ഒരേ സമയം 20 തരത്തിലുള്ള ഇന്ധനം നിറയ്ക്കാൻ കഴിയും. ഒരേ സമയം 2 തരത്തിലുള്ള ഇന്ധനം നിറയ്ക്കാൻ കഴിയും. ദക്ഷിണേന്ത്യയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങി ഐഫോൺ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ. കർണാടകയിൽ 139.11 ബില്യൺ രൂപ അധികമായി നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നതായി വിവരം. ഐഫോണിനെ സംരക്ഷിക്കാൻ പുതിയ ഫീച്ചർ പുറത്തിറക്കിയ ആപ്പിൾ. iOS ബീറ്റ പതിപ്പിലാണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത്. IPLന്റെ ബ്രാൻഡ് വാല്യൂവിൽ 28% വർധന. ബ്രാൻഡ് മൂല്യം $10.7 ബില്യൺ ആയി ഉയർന്നു. മുംബൈ ഇന്ത്യൻസ് ആണ് ഏറ്റവും മൂല്യമുള്ള IPL ടീം. കോവിഡ് കാലയളവിൽ നടപ്പിലാക്കിയ വർക്ക് ഫ്രം ഹോം സംവിധാനത്തിനെതിരെ സ്വരം കടുപ്പിച്ച പ്രമുഖ IT കമ്പനിയായ ഇൻഫോസിസ്. ആഴ്ചയിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും ജീവനക്കാർ ഓഫീസിലെത്തണമെന്ന് നിർദ്ദേശം. ഫുട്ബോൾ ലോകത്തെ തമ്പുരാക്കന്മാരായ അർജന്റീന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. അർജന്റീനൻ ജനതയുടെ 40% ദാരിദ്ര്യത്തിൽ. കറൻസിയുടെ മൂല്യം 50%-ലധികം വെട്ടിക്കുറച്ചു. തായ്വാനിലെ പ്രമുഖ വൈദ്യുത വാഹന നിർമ്മാതാക്കളായ ഗൊക്കാറോയുടെ പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ ക്രോസ് ഓവർ ഇന്ത്യൻ വിപണിയിലെത്തി. പൂനെ ഛത്രപതി സംഭാജി നഗറിലാണ് കമ്പനിയുടെ പ്ലാന്റ്.
പ്രമുഖ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ഒല ഇലക്ട്രിക് ഓഹരി വിൽപ്പനയ്ക്കൊരുങ്ങുന്നതായി റിപ്പോർട്ട്. $700 മില്യൺ മുതൽ $800 മില്യൺ വരെ സമാഹരിക്കുകയാണ് ലക്ഷ്യം. കായിക വാർത്തകൾ. വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ്. ISL ഇന്ന് ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC പോരാട്ടം. മത്സരം രാത്രി 8-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. മഞ്ഞപ്പട ഇറങ്ങുന്നത് കോച്ച് ഇവാൻ ബുക്കോമനോവിച്ച് ഇല്ലാതെ. സീസണിലെ ആദ്യ ജയം ലക്ഷ്യമിട്ട് പഞ്ചാബ്. ISL തകർന്നടിഞ്ഞ് ബംഗളൂരു FC. ചെന്നൈയിൻ FCയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. ബംഗളൂരുവിൻ്റേത് സീസണിലെ 5ാം തോൽവി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ പര്യടനത്തിലെ ഏക ടെസ്റ്റ് പോരാട്ടത്തിന് ഇന്ന് തുടക്കം. മത്സരം രാവിലെ 9:30 മുതൽ മുംബൈ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ. വനിതാ ടെസ്റ്റ് മത്സരത്തിന് ഇന്ത്യ വേദിയാകുന്നത് 9 വർഷത്തിന് ശേഷം. അണ്ടർ-19 ഏഷ്യ കപ്പ് സെമിഫൈനൽ മത്സരങ്ങൾ നാളെ തുടങ്ങും. ആദ്യ സെമിയിൽ പാകിസ്ഥാൻ UAE പോരാട്ടം. രണ്ടാം സെമിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും നേർക്കുനേർ. വിജയ് ഹസാരെ ട്രോഫിയിൽ ഹരിയാന ഫൈനലിൽ. സെമിയിൽ തമിഴ്നാടിനെ 63 റൺസിന് തകർത്തു. ഹരിയാന ഫൈനലിൽ പ്രവേശിക്കുന്നത് ഇതാദ്യമായി. വിജയ് ഹസാരെ ട്രോഫി രണ്ടാം സെമി ഫൈനൽ ഇന്ന്. രാജസ്ഥാൻ കർണാടകയെ നേരിടും. രാജസ്ഥാന്റെ മുന്നേറ്റം ടൂർണമെന്റിൽ തോൽവി അറിയാതെ. ICC T20 റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ് 1ാം സ്ഥാനത്ത്. നേട്ടം 865 പോയിന്റുമായി. മുഹമ്മദ് റിസ്വാൻ, എയ്ഡൻ മാർക്രം എന്നിവർ 2-3 സ്ഥാനങ്ങളിൽ. ഇംഗ്ലണ്ടിനു വേണ്ടി T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേടുന്ന ആദ്യ താരമായി ആദിൽ റാഷിദ്. താരത്തിന്റെ നേട്ടം 100 മത്സരങ്ങളിൽ നിന്ന്. റാഷിദ് പിന്നിലാക്കിയത് ക്രിസ് ജോർദനെയും സ്റ്റുവർട്ട് ബ്രോഡിനെയും. പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. ജർമ്മനിയാണ് എതിരാളി. ഇന്ത്യയുടെ സെമി പ്രവേശം നെതർലാൻഡ്സിനെ വീഴ്ത്തി. രണ്ടാം സെമിയിൽ സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. മീര ജാസ്മിൻ, നരേൻ കോംബോ ഒന്നിക്കുന്ന M. പത്മകുമാർ ചിത്രം ക്വീൻ എലിസബത്ത് പ്രദർശനത്തിനെത്തുന്നു. ചിത്രം ഈ മാസം 29-ന് തിയേറ്ററുകളിൽ. ഡെനി വില്ലനോവ സംവിധാനം ചെയ്യുന്ന എപ്പിക് സയൻസ് ഫിക്ഷൻ ചിത്രം ഡ്യൂൺ പാർട്ട് 2-ന്റെ പുതിയ ട്രെയിലർ പുറത്ത്. ചിത്രം അടുത്ത വർഷം മാർച്ച് 1-ന് തിയേറ്ററുകളിൽ എത്തും. Nothing's clear. You've been fighting the Harkonnens for decades. ധ്യാൻ ശ്രീനിവാസനും അന്ന രേഷ്മയും മുഖ്യവേഷങ്ങളിലെത്തുന്ന കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. മഹേഷ് P. ശ്രീനിവാസാണ് സംവിധാനം. ജാഫർ ഇടുക്കി, കലാഭവൻ ഷാജോൺ, സലീം കുമാർ തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നു. ജാനേമന്നിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം മഞ്ഞുമൽ ബോയ്സിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ് എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. 2023 ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ ചിത്രം ബാർബി OTT-യിലേക്ക്. ക്രിസ്റ്റഫർ നോളൻ ചിത്രം ഓപ്പൺ ഹൈമറിനോട് ഏറ്റുമുട്ടിയ സിനിമ ആഗോളതലത്തിൽ റെക്കോർഡ് കളക്ഷൻ നേടിയാണ് തിയേറ്റർ റൺ അവസാനിപ്പിച്ചത്. ചിത്രം ഈ മാസം 21-ന് OTT-യിൽ എത്തും. കോഴിപ്പോര് എന്ന ചിത്രത്തിന് ശേഷം ജെപിക് മൂവീസിന്റെ ബാനറിൽ ജിനോയ് ജനാർദ്ദനൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏത് നേരത്താണാവോ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. സംവിധായകൻ ജിനോയ് ജനാർദ്ദനൻ, വിവേക് മുഴക്കുന്ന്, വിനായക് ശശികുമാർ എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. നോക്കാം ഇനി വൈറൽ ട്രെൻഡ്സ്. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മഞ്ഞുമ്മൽ പള്ളി. പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ലൈറ്റ് ഷോ ട്രെൻഡിംഗ്. ക്ലാസ് എടുക്കുന്നതിനിടെയുള്ള ഒഴിവുവേളയിൽ പാട്ടുപാടിയതാണ് സംഭവം. വൈറലായി. ക്ലാസ്സിലിരുന്ന് പാട്ടുപാടുന്ന സെന്റ് തെരേസാസ് കോളേജിലെ ടീച്ചേഴ്സിന്റെ വീഡിയോയ്ക്ക് കൈയടിച്ച് നെറ്റിസൺസ്. മണിച്ചിത്രത്താഴിലെ ഗാനരംഗം പുനരാവിഷ്കരിച്ച് കുരുന്നുകൾ. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. രാമനാഥനെ കണ്ടാണ് നാഗവല്ലി പോയതെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടിട്ടാണ് മുട്ടിലിഴഞ്ഞ് കുഞ്ഞു പോകുന്നത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ.
സോഷ്യൽ മീഡിയയിൽ തരംഗമായി വീഡിയോ ഗെയിം കളിക്കുന്ന മുത്തശ്ശി. ആവേശത്തോടെ ഗെയിം കളിക്കുന്ന മുത്തശ്ശിയുടെ വീഡിയോ ഏറ്റെടുത്ത് നെറ്റിസൺസ്. ഒരു പശുക്കുട്ടിയുടെയും നായക്കുട്ടിയുടെയും കുസൃതി നിറഞ്ഞ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. പശുക്കുട്ടിയെ വീടിന് ചുറ്റും ഓടിക്കുന്ന നായയുടെ വീഡിയോ ഏറ്റെടുത്ത് നെറ്റിസൺസ്. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. ഇംഗ്ലണ്ടിലെ തെരുവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശാ ബോർഡുകളിൽ സ്ഥലപ്പേരുകൾ അറബിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി വ്യാജ പ്രചാരണം. 2016 നിന്നുള്ള ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ദിശാ ബോർഡുകൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ലേറ്റസ്റ്റ് ന്യൂസ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPIM കൗൺസിലർ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കലൂർ PMLA കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. അരവിന്ദാക്ഷന് ജാമ്യം നൽകരുതെന്ന് ED കോടതിയെ അറിയിക്കും. ഖത്തറിൽ തടവിലുള്ള 8 ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും അവരുടെ മോചനത്തിനായി സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കോൺഗ്രസ് അംഗം മനീഷ് തിവാരിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥൻ കിഷ്ചന്ദിന്റെ അനധികൃത സ്വത്തുക്കൾ കണ്ടെത്തി ED. 14 കോടിയിലധികം വിലമതിക്കുന്ന സ്കൂളും ക്രഷറും കണ്ടുകെട്ടി ED. നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവ്യവസ്ഥകൾ പ്രകാരം. മുംബൈയിൽ മയക്കുമരുന്ന് വ്യാപാരികളെ അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ച്. 30 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് കണ്ടെത്തി. പ്രതികളെ 14 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഗുരുഗ്രാമിൽ വാഹനാപകടത്തിൽ ഒരു മരണം. ട്രക്കും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നോക്കാം ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. വിഷപ്പുകയിൽ വലഞ്ഞ ഡൽഹി. വായു ഗുണനിലവാരം വളരെ മോശം കാറ്റഗറിയിൽ തുടരുന്നു. അമേരിക്കയിൽ 2 ദശലക്ഷത്തിലധികം കാറുകൾ തിരിച്ചു വിളിക്കാനൊരുങ്ങി ടെസ്ല. ഓട്ടോ പൈലറ്റ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കണക്കിലെടുത്താണ് നടപടി. കോഴിക്കോട് ഉണ്ണികുളം വീര്യമ്പ്രത്ത് പുലിയിറങ്ങിയതായി നാട്ടുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രാഥമിക പരിശോധനയിൽ പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. താമരശ്ശേരി വനംവകുപ്പ് റാപ്പിഡ് ടീമാണ് പരിശോധന നടത്തിയത്. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.